PV Anwar MLA പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നാളെ. മഞ്ചേരിയിലെ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പേരും നയവും പ്രഖ്യാപിക്കും. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുകയെന്ന് അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനകീയ വിഷയങ്ങൾ ഉയർത്തി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകാനാണ് അൻവറിന്റെ നീക്കം. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും PV Anwar MLA പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം അത് നാളെ ഉണ്ടാകും. മഞ്ചേരിയിൽ വലിയ രീതിയിലുള്ള ഒരു വിശദീകരണ യോഗം ഉൾപ്പെടെ നടത്തുമ്പോൾ എന്ത് രീതിയിലായിരിക്കും ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഒരു വരവ് അല്ലെങ്കിൽ പുതിയൊരു നീക്കത്തിനായിരിക്കും സാധ്യത തെളിയിക്കുക? ആര്യ തുളസി, വെരി ഗുഡ് മോർണിംഗ്. അതായത് PV Anwar ഇത്രയും നാൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് PV Anwar ഒറ്റയ്ക്കാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലേക്ക് വരിക, വലിയൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ പരമാവധി അംഗങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, ഇതാണ് PV Anwarന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നാളെ വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരിയിലാണ് ഈ വിശദീകരണ യോഗവും നയരേഖ പ്രഖ്യാപനവും നടത്താൻ വേണ്ടി PV Anwar പോകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് 1 ലക്ഷം ആളുകൾ ഈ നയരേഖ പ്രഖ്യാപന പരിപാടിയിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. പ്രധാനമായി യുവാക്കളായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയെന്ന് അദ്ദേഹം പറയുന്നു. 2 പൊതുസമ്മേളനങ്ങൾ ഇതിനോടകം തന്നെ അൻവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് നിലമ്പൂരിലും ഒന്ന് കോഴിക്കോടും. ഈ 2 സമ്മേളനങ്ങളിലും വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് PV Anwar മറ്റ് പൊതുസമ്മേളനങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ PV Anwar മുഖ്യമന്ത്രിക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിലൊക്കെ തന്നെ PV Anwarന് അനുകൂലമായ കമൻറ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഉൾപ്പെടെ വന്നിരുന്നത്. പക്ഷേ പുതിയ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിരുന്ന പോസ്റ്റുകൾക്ക് കീഴിലൊക്കെ തന്നെ ഭൂരിഭാഗം അൻവറിനെതിരെയാണ് കമൻറ്റുകൾ വരുന്നതെന്നതൊരു യാഥാർത്ഥ്യമാണ്. അതായത് പുലിയെ പോലെ വന്നത് എലിയെ പോലെ പോകുമ്പോൾ തുടങ്ങിയ സരസമായ ചോദ്യങ്ങളൊക്കെ തന്നെയുണ്ട്. പഴയ പല പാർട്ടികളും കേരളത്തിൽ പല പാർട്ടികൾ വന്നതാണ്, പക്ഷേ ക്ലച്ച് പിടിക്കാതെ പോയിട്ടുണ്ട്. അങ്ങനെ ക്ലച്ച് പിടിക്കാതെ പോയ പാർട്ടികളുടെ പേരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മലബാറിലെ PC ജോർജായി മാറുമ്പോൾ PV Anwar തുടങ്ങിയ രസകരമായ ചോദ്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കാൻ PV Anwar തയ്യാറല്ല. അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരണമായി മുന്നോട്ട് പോവുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് വന്യജീവി വിഷയങ്ങൾ. അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, അടുത്ത ഘട്ടത്തിലേക്ക് അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത് വന്യജീവി പ്രശ്നങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നു. അതുപോലെ ജനകീയ വിഷയങ്ങൾ എടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോവുക. മതേതര പാർട്ടി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ജനകീയ പാർട്ടി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനാണ് PV Anwarന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മുഖംമൂടി വലിച്ചു കീറുക എന്നൊരു സ്വാഭാവികമായ ലക്ഷ്യം കൂടി PV Anwarനുണ്ടാകും. അദ്ദേഹം പറയുന്നു, ഒരു ഹിന്ദു പുറത്ത് പോയാൽ അദ്ദേഹത്തെ സംഘപരിവാറമാക്കും, സംഘിയാക്കും. ഒരു മുസ്ലിം പുറത്ത് പോയാൽ സുഡാപ്പിയാക്കും. അതാണ് CPMൻ്റെ ലൈൻ എന്ന് പറയുന്നു. കാരണം PV Anwar ഈ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിലൊക്കെ തന്നെ ആദ്യം CPM മിണ്ടാതിരുന്നു. പിന്നീട് LDFിൽ നിന്ന് തന്നെ PV Anwarനെ പുറത്താക്കുന്നു. ഇപ്പോൾ ശക്തമായി PV Anwarനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ PV Anwarന് കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത്. കണ്ണൂരിൽ നിന്നുള്ളൊരു മുതിർന്ന നേതാവ് അൻവറിനൊപ്പം വരുമെന്നൊക്കെ തന്നെ ഇന്നലെ പറഞ്ഞു. പക്ഷേ DYFിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു കണ്ണൂരിനെ അൻവറിന് അറിയില്ല, ഒരു പ്രവർത്തകൻ പോലും അൻവറിന് കൂടുതൽ പോകില്ല എന്നാണ് ഇന്നലെ കണ്ണൂരിൽ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലൊക്കെ തന്നെ വലിയ പ്രതിരോധം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് PV Anwar പാർട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ലീഗിനും കോൺഗ്രസിനും CPMനുമാണ്. കാരണം നിലമ്പൂരിലും കോഴിക്കോടും പരിപാടി സംഘടിപ്പിച്ച സമയത്തൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അൻവറിൻ്റെ പരിപാടിക്ക് വന്നവരൊക്കെ തന്നെ ഒന്നെങ്കിൽ CPMകാർ, അല്ലെങ്കിൽ ഇടത് അനുഭാവികൾ, കോൺഗ്രസ്സുകാർ, ലീഗുകാർ എന്നിങ്ങനെ 3 പാർട്ടിയിൽ നിന്നാണ് പ്രധാനമായിട്ടും അൻവറിൻ്റെ പ്രസംഗം കേൾക്കാനും അൻവറിനെ പിന്തുണയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ അൻവർ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ പാർട്ടിയിലേക്ക് വരുന്നതും ഇതേ മറ്റ് പാർട്ടികളിൽ നിന്നുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് അവർക്ക് ക്ഷീണം ചെയ്യും. അതുകൊണ്ടാണ് ലീഗും കോൺഗ്രസും ഒരു മൃദു നിലപാട് PV Anwarന്റെ കാര്യത്തിൽ എടുക്കുന്നത്. അൻവർ എങ്ങനെ പോകുന്നു എന്ന് നോക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്, അൻവറിനെ പൂർണ്ണമായി തള്ളിക്കളയാത്തത് അതുകൊണ്ടാണ്. ഈ UDF പാർട്ടികളൊക്കെ തന്നെ അത് നിരീക്ഷിച്ചു വരികയാണ്. മറ്റൊരു കാര്യം, അൻവർ സ്വതന്ത്ര പാർട്ടി